പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാന്റെ വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ കർത്താവിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയം ദുഷ്ടശത്രുവിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സുഖമാണോ സഹോദരങ്ങളെ? കുടുംബാംഗങ്ങൾക്കെല്ലാം സുഖമാണെന്ന് വിചാരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കുട്ടികൾക്കെല്ലാം വലിയ സന്തോഷമാണ് അഭിഷേകാന്തി കാണാനെന്ന് എനിക്കറിയാം. കുട്ടികൾ വന്നിട്ട് വട്ടാലച്ചനുണ്ടോ എന്ന് ഒന്ന് നോക്കുകയും ചെയ്യും. അത് വട്ടാലച്ചനോടുള്ള വലിയ സ്നേഹമാണ് കുട്ടികളുടെ. ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നവംബർ മാസം പ്രത്യേകിച്ച് നമ്മൾ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന മാസം. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കുറച്ചും സമയമായി എങ്കിൽ പോലും പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ സെമിത്തേരി സന്ദർശനം അങ്ങനത്തെ ഉള്ളതൊക്കെ ആ 1-ാം തീയതി മാത്രമല്ല, ഈ മാസങ്ങളെല്ലാം കൂടുതൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. വിശുദ്ധ കുർബാനയ്ക്ക് പോകണം, കുമ്പസാരിക്കണം. ഇതെല്ലാം ദൈവത്തിൻ്റെ വലിയൊരു കൃപയാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. അതായത് പ്രാർത്ഥനയിൽ ഒരു കാര്യത്തിന് കുറവ് വരുത്തരുത്. പ്രാർത്ഥന ഓരോ നാളുകൾ കഴിയുന്നവരും വർദ്ധിച്ച് 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 വരണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതേപോലെ തന്നെ ഈ മാസങ്ങളിൽ ശരിക്കും ഡീക്കന്മാരുടെ ധ്യാനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മാസമാണ്. തിരുപ്പട്ടത്തിന് ഒരുങ്ങുന്ന ഡീക്കന്മാർക്കെല്ലാം വേണ്ടി പ്രത്യേകം നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി വചനത്തിന് വേണ്ടി ഒരുങ്ങാം. എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. അതിങ്ങനെയാണ്: കർത്താവ് നമുക്ക് മുമ്പേ പോകും, നമ്മുടെ പുറകിൽ നമ്മുടെ മുൻപിൽ കർത്താവ് നിൽക്കും. നമ്മളൊരു കാര്യത്തിന് പോകുമ്പോൾ ദൈവത്തിൻ്റെ ദൂതനെ കർത്താവ് നമുക്ക് മുൻപേ അയക്കും. ഇതെല്ലാം വചനങ്ങളാണ്. ദൈവത്തിൻ്റെ വചനം നമുക്ക് മുൻപേ പോകും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ.
Praise the Lord. Praise the Lord. നമുക്ക് ഈ സമയത്ത് അങ്ങനത്തെ ഉള്ള ഒരു വിശ്വാസത്തിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ കർത്താവിൻ്റെ ആത്മ വെളിപ്പെടും. നീ ചെന്നെത്തും മുമ്പ് തന്നെ ചിലപ്പോൾ നമ്മൾ ഏറ്റുമുട്ടേണ്ടി വരുന്ന ആൾക്കാരൊക്കെ അതെല്ലാം ദൈവം തന്നെ മാനേജ് ചെയ്യും. അങ്ങനത്തെ വചനങ്ങളുണ്ട്. അപ്പം നമ്മൾ അതൊക്കെ വിശ്വാസത്തിൽ സ്വീകരിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അതെല്ലാം സംഭവിക്കും. ഹല്ലേലൂയാ. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ ചില പ്രശ്നങ്ങൾ, ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ചില കാര്യങ്ങൾ. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവ് ഞങ്ങൾക്ക് മുൻപേ പോകണം, ദൈവമേ ഒരു ദൂതനെ അയക്കണം, കർത്താവ് ഒരു വചനം അയക്കണം. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം നടക്കും. എനിക്ക് അങ്ങനത്തെ 100 കണക്കിന് അനുഭവമുണ്ട്. അവരൊക്കെ പറയാം ഹല്ലേലൂയാ. എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് എഴുന്നേറ്റ് നന്നായിട്ട് കർത്താവിനെ അങ്ങ് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, തിരുവചനത്തിൽ അങ്ങ് പറഞ്ഞിരിക്കുന്ന എല്ലാ വചനങ്ങളും കർത്താവേ സത്യമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു. കർത്താവേ, അവിടുന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഞങ്ങളുടെ മുൻപിലും പുറകിലും അങ്ങ് കാവൽ നിൽക്കണമേ. കർത്താവേ, അവിടെ ഞങ്ങൾക്ക് മുൻപേ പോകണമേ. ദൂതന്മാരെ അയക്കണമേ, മാലാഖമാരെ അയക്കണമേ, വിശുദ്ധരെ സഹായത്തിന് അയക്കണമേ. ദൈവമേ, കർത്താവേ, അവിടുത്തെ വചനത്തെ ഞങ്ങൾക്ക് മുൻപേ അയക്കണമേ. വചനമായിട്ട് പ്രാർത്ഥന ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഞങ്ങൾക്കു മുൻപേ പോകണമേ, മലകൾ നിരപ്പാക്കിയിടണമേ, പിച്ചളവാതിൽ തകർക്കണമേ, ഇരുമ്പോടാമ്പലൊടിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾക്കു മുൻപേ പോകണമേ, മലകൾ നിരപ്പാക്കിയിടണമേ, പിച്ചളവാതിൽ തകർക്കണമേ, ഇരുമ്പോടാമ്പലൊടിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. വിജയം നൽകും യോദ്ധാവേ, സൈന്യങ്ങൾ കർത്താവേ, അടിമത്തത്തിൻ മുഖങ്ങളെ തകർത്തു നീക്കണമേ. വിടുതൽ നൽകും യേശുവേ, തിരുരക്തത്താൽ കഴുകണമേ, ബന്ധനമെല്ലാം നീക്കണമേ, മോചനമേകണമേ. വിജയം നൽകും യോദ്ധാവേ, സൈന്യങ്ങൾ കർത്താവേ, അടിമത്തത്തിൻ മുഖങ്ങളെ തകർത്തു നീക്കണമേ. വിടുതൽ നൽകും യേശുവേ, തിരുരക്തത്താൽ കഴുകണമേ, ബന്ധനമെല്ലാം നീക്കണമേ, മോചനമേകണമേ. ഓരോരുത്തരും പ്രാർത്ഥിക്കുക. ഓ കർത്താവായ ദൈവമേ, ഇവിടുത്തെ അത്ഭുതകരമായ വചനത്തിന്റെ ശക്തി, ദൈവത്തിന്റെ വചനം എല്ലാത്തിനെയും താങ്ങി നിർത്തുന്നു. ഹെബ്രായർ 1:3 വീണ്ടും വചനം വെളിപ്പെടുത്തുന്നു. ദൈവത്തിന്റെ വചനത്താൽ എല്ലാം നിശ്ചിത മാർഗത്തിൽ ചലിക്കുന്നു. ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ഓ കർത്താവേ, ആ വചനത്തെ ഞങ്ങൾക്ക് വേണ്ടി അയക്കണമേ. യേശുവിന്റെ രക്തം പിശാചിന്റെ മേൽ വിജയം നേടിത്തരുന്നു. യേശുവിന്റെ രക്തം എല്ലാ നിർജീവ പ്രവൃത്തികളും ഞങ്ങളെ ശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ രക്തം പാപമോചനം നേടിത്തരുന്നു. യേശുവിന്റെ രക്തം രോഗികളെ സുഖപ്പെടുത്തുന്നു. ദൈവമേ, വചനത്തിന്റെ അത്ഭുത ശക്തി, തിരുരത്വത്തിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ ഓരോരുത്തരിലും വ്യാപരിക്കട്ടെ. ശക്തി തകർത്തവനേ, കുരിശിൽ ചിന്തിയ രക്തങ്ങളെ വീണ്ടെടുക്കും. തിരുവചനത്താൽ ദുഷ്ടാരൂപിത ശക്തി തകർത്തവനേ, കുരിശിൽ ചിന്തിയ രക്തങ്ങളെ വീണ്ടെടുത്തവനേ. വചനമയ ചീടണമേ, വിടുതൽ നൽകിയിടണമേ. വചനമയ ചീടണമേ, വിടുതൽ നൽകിയിടണമേ. വിടുതൽ നൽകും യോദ്ധാവേ, സൈന്യങ്ങൾ കർത്താവേ, അടിമത്തത്തിൻ മുഖങ്ങളെ തകർത്തു നീക്കണമേ. വിടുതൽ നൽകും യേശുവേ, തിരുരക്തത്താൽ കഴുകണമേ, ബന്ധനമെല്ലാം നീക്കണമേ, മോചനമേകണമേ. വിജയം നൽകും യോദ്ധാവേ, സൈന്യങ്ങൾ കർത്താവേ, അടിമത്തത്തിൻ മുഖങ്ങളെ തകർത്തു നീക്കണമേ. വിടുതൽ നൽകും യേശുവേ, തിരുരക്തത്താൽ കഴുകണമേ, ബന്ധനമെല്ലാം നീക്കണമേ, മോചനമേകണമേ. വിജയം നൽകും യോദ്ധാവേ, സൈന്യങ്ങൾ കർത്താവേ, അടിമത്തത്തിൻ മുഖങ്ങളെ തകർത്തു നീക്കണമേ. വിടുതൽ നൽകും യേശുവേ, തിരുരക്തത്താൽ കഴുകണമേ, ബന്ധനമെല്ലാം നീക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല 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 ഹല. ഓ കർത്താവായ ദൈവമേ,
12 വർഷമായി സാത്താൻ ബന്ധിച്ചിരുന്ന ഈ മകളെ ഞാൻ അടിച്ചു വിടേണ്ടതല്ലേ എന്ന് ചോദിച്ച് വർഷങ്ങളായുള്ള പൈശാചിക പീഡനങ്ങളും കെട്ടുകൾ അടിക്കാനും കെട്ടാനും സഭയ്ക്ക് അധികാരം നൽകിയ കർത്താവേ, അപ്പസ്തോലന്മാർക്ക് അധികാരം നൽകിയ കർത്താവേ, അപ്പസ്തോലിക സഭയുടെ കൂട്ടായ്മയിൽ, ആത്മപാലകരുടെ കൂട്ടായ്മയിൽ, സേവകർ വക്കാലത്തിന്റെ കൂട്ടായ്മയിൽ, ഓ കർത്താവേ, ഇപ്പോൾ ഈ സമൂഹത്തിന്റെ മേൽ കരങ്ങൾ ഉയർത്തുമ്പോൾ സ്വർഗ്ഗത്തിൽ അവിടുന്ന് കരം നീട്ടണമേ. മോശയോട് എത്തുന്ന പോലെ, വിശുദ്ധ പത്രോസിനോട് എത്തുന്ന പോലെ ഞങ്ങളുടെ കൂടി ഇപ്പോൾ അവിടുന്ന് വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നാളുകളായി മുമ്പോട്ടും പുറകോട്ടും ഇല്ലാത്ത വിധം കഷ്ടപ്പെട്ട ജീവിതങ്ങൾ, അടിമപ്പെട്ട ജീവിതങ്ങൾ, പൈശാചികമായ ബന്ധങ്ങൾ, അടിമപ്പെട്ട ജീവിതങ്ങൾ കർത്താവ് യേശുവിന്റെ നാമത്തിൽ പൗരോഹിത്യത്തിന്റെ അധികാരം ഉപയോഗിച്ച് അർപ്പിക്കാൻ പോകുന്ന വിശുദ്ധ കുർബാന അനന്ത യോഗ്യതയാൽ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിന് അമലോത്ഭവ യോഗം കൽപ്പിക്കുന്നു. പൈശാചിക പീഡനങ്ങളും അന്തരകാല പീഡനങ്ങളും ബന്ധനങ്ങളും ആധിപത്യങ്ങളും തടസ്സങ്ങളും കടബാധ്യതകളും രോഗപീഡനങ്ങളും ശല്യങ്ങളും ബാധകളും ഭൂതങ്ങളും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. കുടുംബങ്ങളിൽ നിന്ന് വ്യക്തികളിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് നിത്യാന്യം നിബന്ധിച്ചു വരണേ. വിടുതൽ നൽകും യേശുവേ, തിരുരക്തത്താൽ കഴുകണമേ, ബന്ധനമെല്ലാം നീക്കണമേ, മോചനമേകണമേ. വിടുതൽ നൽകും യേശുവേ, തിരുരക്തത്താൽ കഴുകണമേ, ബന്ധനമെല്ലാം നീക്കണമേ, മോചനമേകണമേ. യേശുവിന്റെ നാമത്തിൽ ബന്ധനമെല്ലാം നീക്കണമേ, മോചനമേകണമേ. യേശുവിന്റെ നാമം അയക്കുന്നു, യേശുവിന്റെ രക്തം അയക്കുന്നു, യേശുവിന്റെ വചനം അയക്കുന്നു, യേശുവിന്റെ പുരുഷന്റെ അടയാളം അയക്കുന്നു. തിന്മ ഒരിക്കലും കടന്നു വരാൻ പറ്റാത്ത വിധം വാതിലുകൾ യേശുവിന്റെ നാമത്തെ അടയ്ക്കുന്നു. വലിയ കൃപ നിറയട്ടെ, വലിയ അഭിഷേകം നിറയട്ടെ, വലിയ സമാധാനം ഉണ്ടാകട്ടെ, സ്വസ്ഥത ഉണ്ടാകട്ടെ, വചന ഹൃദയത്തിൽ പ്രവേശിക്കട്ടെ. യേശു ഉള്ളിൽ വസിക്കാൻ തക്കവിധ ഹൃദയം വലിയ കൃപ കൊണ്ട് നിറയട്ടെ. മണിക്കൂറുകളുടെ വചനം വായിക്കാൻ കൃപ, മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിക്കാൻ കൃപ. യേശുവേ സ്പർശിക്കണ, അനുഗ്രഹിക്കണ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം മറ്റാരെയേക്കാൾ കൂടുതൽ ചെയ്യുക. ഉറക്കെ പറയാം. ഹല്ലേലൂയ. Hallelujah. Praise the Lord. Praise the Lord. പ്രിയമുള്ള സഹോദരങ്ങളെ, കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ 10-ാം തിരുവചനം കാണാതെ പഠിച്ചിട്ടുള്ള ഒരു വചനമാകും അല്ലേ? നമുക്കത് വായിക്കാം. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെക്കാൾ അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പൗലോസ്ലീഹ തൻ്റെ ജീവിതത്തെ വിലയിരുത്തിക്കൊണ്ട് പൗലോസ്ലീഹ തൻ്റെ ജീവിതത്തിൽ ചെയ്ത മുഴുവൻ പ്രവർത്തനങ്ങളെയും മുഴുവൻ ശുശ്രൂഷകളെയും ഒരൊറ്റ സെന്റൻസിൽ പറഞ്ഞു തീർത്തിരിക്കുക. നമ്മുടെ ലൈഫിൽ പറയാൻ പറ്റിയൊരു സെന്റൻസ് ആണത്. അനേകം വൈദികര്, അനേകം സമർപ്പിതര്, അല്ലെന്നുണ്ടെങ്കിൽ ചില ജൂബിലിയോടൊക്കെ അനുബന്ധിച്ച് ചില കുടുംബസ്ഥര് ഒക്കെ ചില പടമൊക്കെ അടിക്കുമ്പോൾ അതിനകത്തൊക്കെ വെച്ചിരിക്കുന്ന ചില വാക്യങ്ങളാണിത്. പൗലോസ്ലീഹ പറയാ, ഞാനിപ്പോൾ എന്തായിരിക്കുന്നുവോ, പൗലോസ്ലീഹ സ്ലീഹായാണ്, അപ്പൊ ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എന്നിട്ട് പറയാണ്, എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ വെറുതെ നിഷ്ഫലമായി പോയിട്ടില്ല. പറയാണ്, നേരെ മറിച്ച് എല്ലാവരെയും കാൾ. അപ്പോൾ പൗലോസ്ലീഹയുടെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരെയും കാൾ കൂടുതൽ അധികം ഞാൻ അധ്വാനിച്ചു. എന്നിട്ട് പറയാ, എന്നാൽ ഞാനല്ല കേട്ടോ അധ്വാനിച്ചത്, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. എൻ്റെ സഹോദരങ്ങളെ, ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ, ദൈവകൃപ
ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അധ്വാനിക്കാൻ ആ വ്യക്തി എത്രമാത്രം ദൈവകൃപയോടെ സഹകരിക്കുന്നുവോ അയാളായിരിക്കും ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത്. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിലെ ദാവീദ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ആത്മകഥം തന്റെ പ്രാർത്ഥനയിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. ദിനവൃത്താന്തത്തിന്റെ 1-ാമത്തെ പുസ്തകത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ 19-ാം തിരുവചനം, ഫസ്റ്റ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 17 വേഴ്സ് 19. കർത്താവേ, ഈ ദാസന് വേണ്ടി വലിയ കാര്യങ്ങളെല്ലാം അവിടുന്ന് സ്വമനസാ ചെയ്തിരിക്കുന്നു, അവ പ്രസിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദ് രാജാവ് കർത്താവിന്റെ ഹൃദയത്തിന് ഇണങ്ങിയ ആളാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ അതിനോട് ചേർന്ന വചനങ്ങളുണ്ട്. ദാവീദ് ഒരുപാട് കാര്യങ്ങൾ, അനേക കാര്യങ്ങൾ ദാവീദ് ചെയ്തു. അനേകം യുദ്ധങ്ങൾ വിജയം വരിച്ചു. രാജ്യത്ത് ഒരുപാട് കാര്യങ്ങളെല്ലാം ചെയ്തു. പക്ഷെ ദാവീദ് പറയാണ്, ഇതെല്ലാം ചെയ്തത് ആരാന്നറിയാമോ? ഞാനല്ല. പൗലോസ്ലീഹ പറയുന്ന പോലെ ദൈവമാണ് ചെയ്തത്. എന്നിട്ട് എന്തെന്നറിയാം, എൻ്റെ പേരിൽ ദൈവം അത് പ്രസിദ്ധപ്പെടുത്തി. ഇതാണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്. പൗലോസ്ലീഹ പറയാം, പൗലോസ്ലീഹയുടെ ചെയ്തത് ദൈവമാണ്. പൗലോസ്ലീഹയുടെ ഇതൊക്കെ നടന്നു എന്ന് പറയുമ്പോഴും ചെയ്തത് ദൈവമാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം, ദൈവം നമ്മളിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ സമ്മതം കൊടുക്കണം. ഇപ്പോൾ എന്നെ ദൈവത്തിലേക്ക് ദൈവം വിളിച്ചു, ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. യെസ് ലോർഡ്, ഞാൻ ദൈവത്തിന് സമ്മതം കൊടുത്തു. പിന്നെ ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുമ്പോൾ ദൈവമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ചെയ്യുന്നവരെ ഈ ദാവീദിനെ പോലെ തന്നെ, ദാവീദിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ദൈവം വളരെ പോസിറ്റീവായിട്ട്, കൊള്ളാം, നല്ലവനായ ഭൃത്യ എന്നൊക്കെ പറയുന്ന ബൈബിളിലെ വചനങ്ങളില്ലേ, കൊള്ളാം, നല്ലവനായ ഭൃത്യ, നീ വളരെ കാര്യം നന്നായി ചെയ്ത്, ബെസ്റ്റ് എന്ന് പറഞ്ഞ് ദൈവം അഭിനന്ദിക്കും. ദൈവം അതിനെക്കുറിച്ച് ഉയർത്തി പറയും. അങ്ങനെയുണ്ട് ബൈബിളിൽ. പൗലോസ്ലീഹ തന്നെ കൊരിന്ത്യർക്കെതിരെ 2-ാമത്തെ ലേഖനത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ 17-18 തിരുവചനങ്ങൾ, അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ, എന്തെന്നാൽ തന്നെ തന്നെ പ്രശംസിക്കുന്നവനല്ല, കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ. നമ്മളിലൂടെ എല്ലാ പ്രവർത്തികളും ദൈവമാണ് ചെയ്യുന്നത് എന്ന ബോധ്യം ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് പിന്നെ ആത്മപ്രശംസയില്ല, ആ വ്യക്തിയിൽ അങ്ങനത്തെ ഒരു ഏർപ്പാടില്ല. പിന്നെയോ കർത്താവിലാണ് അഭിമാനിക്കുന്നത്, എൻ്റെ കർത്താവ് എന്നിലൂടെ ചെയ്തിരിക്കുന്നു. അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തിയെ കർത്താവ് പ്രശംസിക്കും. അതാണ് പറയുന്നത്, മനുഷ്യനെ പ്രശംസിക്കുന്നവനോ തന്നെ തന്നെ പ്രശംസിക്കുന്നവനോ അല്ല സ്വീകാര്യൻ, പിന്നെയോ കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ ജീവിതത്തെ കുറിച്ച് കർത്താവ് ഇങ്ങനെ വളരെ പ്രശംസിച്ച് നല്ല, ബെസ്റ്റ്, ഗുഡ് എന്ന് കർത്താവ് പറയോ? പ്രധാനം പറഞ്ഞാൽ ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ എല്ലാ ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ഉണ്ട് അല്ലേ, എല്ലാത്തിൻ്റെ കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ്. ഇപ്പോൾ മറ്റേ കൊച്ചിനേക്കാൾ നന്നായിട്ട് പഠിക്കണം, ഇത് കുട്ടിയുടെ ആഗ്രഹം, തെറ്റൊന്നുമല്ല അല്ലേ. കളിക്കുമ്പോൾ അവരെക്കാൾ നന്നായിട്ട്, ഒരു മത്സരത്തെ സംബന്ധിച്ച് അവരെക്കാൾ നന്നായിട്ട് ബെസ്റ്റ്. അങ്ങനെ ദൈവം നമ്മളെ നോക്കി ഈ ഒരു കൃപയുടെ സ്പിരിറ്റ് കണ്ടിട്ട് പറയുമോ എന്നുള്ളതാണ്. ബൈബിളിൽ ദൈവം ആരെക്കുറിച്ച്, ഏത് സാഹചര്യത്തിലുള്ളവരെ കുറിച്ചൊക്കെയാണ് അങ്ങനെ പ്രശംസിച്ചിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ബൈബിളിൽ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ മറ്റാരെയുംകാൾ വെല്ലുന്ന രീതിയിൽ മുൻപന്തിൽ നിൽക്കുന്ന ആൾക്കാരെ കർത്താവ് ബൈബിളിൽ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാണുന്നുണ്ട്. ഒരു വചനഭാഗം നമുക്ക് പഠിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 5 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളാണ്. ഞാൻ വായിക്കുന്നതിനോട് ചേർന്ന് നിങ്ങളങ്ങ് വായിച്ചു. യേശു കഫർനാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ അവൻ്റെ അടുക്കൽ വന്ന് യാചിച്ചു, കർത്താവേ, എൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട കഠിന വേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഞാൻ വന്നവനെ സുഖപ്പെടുത്താം. അപ്പോൾ ശതാധിപൻ പ്രതിവചിച്ചു, കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്, എൻ്റെ കീഴിലും പടയാളികളുണ്ട്. ഒരുവനോട് പോകുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു, അപരനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു, എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ ഇത് ചെയ്യുന്നു. യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട്
തന്നെ അനുഗമിച്ചിരുന്നവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേൽ ഒരുവരിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങൾ, ദൈവം ഒരിക്കലെങ്കിലും നമ്മുടെ വിശ്വാസം കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടിട്ട് ഇതുപോലൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ 21 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങള്. യേശു അവിടുന്ന് പുറപ്പെട്ട് ടയർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലെത്തി. അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞ് അപേക്ഷിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ, എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ അവനൊരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ. അവൻ മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവൾ അവനെ പ്രണമിച്ച്, കർത്താവ് എന്നെ സഹായിക്കണമെന്ന് അപേക്ഷിച്ചു. അവൻ പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഉചിതമല്ല. അവൾ പറഞ്ഞു, അതേ കർത്താവേ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. യേശു പറഞ്ഞു, സ്ത്രീയേ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവലായി. ശരിക്കും പറഞ്ഞാൽ യേശു പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ടിക് ടാക് പോലെ അങ്ങനത്തെ ചില മറുപടി കൊടുത്തായിട്ട് വിചാരിക്കരുത്. അങ്ങനെയല്ലത്. അവളോട് വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. യേശു ആശ്ചര്യപ്പെടുകയാണ്. നമ്മളെ കുറിച്ച് ദൈവം ഇങ്ങനെ പറയുമോ? എന്തൊരു ടോപ്പ് ഫെയ്ത്താണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നോക്കാണ് കുറവലങ്ങാട് കൺവെൻഷനിൽ ഒരു സ്ത്രീ വന്ന് ഒരു അമ്മ വന്ന് സാക്ഷ്യപ്പെടുത്തിയ കാര്യം ഓർക്കുന്നുണ്ട്. ഇതേപോലെ ചില പ്രതിസന്ധി ഉണ്ടായി കഴിഞ്ഞപ്പോ, അതായത് സ്വർഗത്തെ ആശ്ചര്യപ്പെടുത്തുന്ന വിശ്വാസം ഉണ്ടെങ്കിൽ അവിടെ ദൈവശക്തി ഇറങ്ങും. നിങ്ങളെ സാക്ഷി എന്ന് കേട്ടെ. എൻ്റെ പേര് സാലു ജിൻസ്. ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുവാണ്. എൻ്റെ മകന് 6 മാസം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴത്തേക്കുള്ള ഒരു അനുഭവം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വരുന്നത്. 6-ാം മാസത്തിൽ പ്രഗ്നൻസിയുടെ ടൈമിൽ സ്കാൻ ചെയ്തപ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞിന് ഡോക്ടർ പറഞ്ഞു ഇവന് മൂക്കില്ല, അതുപോലെ തന്നെ ഈ കുഞ്ഞിന് ഡൗൺ സിൻഡ്രം സസ്പെക്ട് ചെയ്യുന്നുണ്ട്. 6 മാസമായി കഴിഞ്ഞ് സ്കാനിങ് നടത്തിയപ്പോൾ ആ സ്കാനിങ് റിപ്പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ റിപ്പോർട്ടുകളെല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ കുട്ടിക്ക് മൂക്കുണ്ടായിരുന്നില്ല, ഉദരത്തിലായിരുന്നപ്പോൾ മൂക്കില്ലായിരുന്നു. സ്കാനിങ്ങിൽ ശരിക്കും കണ്ടതാണ്. അത് ഡോക്ടർമാർ ഇവരോട് പറയുകയും ചെയ്ത്. കുഞ്ഞിന് അത് കഴിഞ്ഞ് അവർ പറഞ്ഞു നട്ടെല്ല് കുഴിച്ച് ടെസ്റ്റ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അബോർട്ട് ചെയ്ത് കളയണം എന്നൊക്കെ പറഞ്ഞു. അത് വളരെ വിഷമിച്ചാണ് ഞാൻ വീട്ടിൽ വന്നത്. വീട്ടിൽ വന്നപ്പോഴത്തേക്കുമാണ് എൻ്റെ മൂത്ത നാത്തും പറയുന്നത് അഭിഷേകാഗ്നി കൂടണം, യേശുനാമത്തിൻ്റെ ശക്തി കൂടണം. അപ്പോൾ വീട്ടിൽ അഭിഷേകാഗ്നി കൂടുന്ന കുടുംബാംഗങ്ങളുണ്ട്. ആ കുടുംബാംഗങ്ങൾ പറഞ്ഞു, നീ ഇങ്ങനെ കളിക്കരുത്, നീ അഭിഷേകാഗ്നി കൂടണം, അഭിഷേകാഗ്നി സമയത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കണം, ഈശോ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് അഭിഷേകാഗ്നി കൂടുന്നവർ പറഞ്ഞു കൊടുത്ത്. സത്യമായിട്ട് അന്ന് മുതലാണ് ഞാൻ അഭിഷേകാഗ്നി കൂടുതൽ കാണാൻ തുടങ്ങിയതും അതിന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതും. അത് അന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഞാൻ ഒരു തീരുമാനമെടുത്തു. അന്ന് തൊട്ട് അഭിഷേകാഗ്നി കാണുമ്പോൾ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് ഞാൻ തീരുമാനമെടുത്തു, എൻ്റെ കുഞ്ഞിന് എനിക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ആരോഗ്യത്തോടു കൂടിയുടെ കുഞ്ഞിനെ വേണം. അങ്ങനെ ഒരു കുഞ്ഞിനെ തരുവാണെങ്കിൽ ഞാൻ സഹിയോനിൽ പോയി ഞാൻ സാക്ഷ്യം പറയുന്നു. ഞാൻ അന്ന് തന്നെ ഒരു നേർച്ച നേർന്നു. അപ്പോൾ അന്ന് ഈ അഭിഷേകത്തിന് കണ്ടപ്പോൾ ഈശോയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, ഈശോയെ, എൻ്റെ കുഞ്ഞിന് മൂക്ക് വേണം, എൻ്റെ കുഞ്ഞിന് നല്ല ആരോഗ്യം വേണം, എൻ്റെ കുഞ്ഞിന് നല്ല ബുദ്ധി വേണം, എൻ്റെ കുഞ്ഞിന് നല്ല ഹെൽത്തി ആയൊരു കുഞ്ഞിനെ എനിക്ക് തരണം എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു നേർച്ച നേരുകയാണ്, ഞാൻ ഈ കുട്ടിയെ കൊണ്ടുവന്ന് അഭിഷേകത്തെ കൺവെൻഷനിൽ സാക്ഷ്യപ്പെടുത്തുമെന്ന് ഒരു നേർച്ച നേർന്ന്. അന്ന് ഞാൻ എന്താണെങ്കിലും ഈ കുഞ്ഞിനെ ഞാൻ അബോർട്ട് ചെയ്ത് കളയത്തില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. എങ്ങനെ ദൈവം തരുന്നു അങ്ങനെ വളർത്തുമെന്ന് ഞാൻ തീരുമാനിച്ചു. എനിക്കറിയാമായിരുന്നു എൻ്റെ ദൈവം എനിക്ക് എൻ്റെ കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യത്തോടെ തരുമെന്ന്. ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഡെലിവറി ടേബിളിൽ കയറുതട വരെ ഞാൻ യേശുനാമത്തിൻ്റെ ശക്തി എന്ന് പറയുന്ന പുസ്തകം ഞാൻ ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചതിന് കയ്യും കണക്കുമില്ല. ഞാൻ അവിടെ കിടന്ന് ഞാൻ നല്ലപോലെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന യേശുനാമത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞ പുസ്തകം അഭിഷേകത്തിന് പോലെ തന്നെ വളരെ അത്ഭുതങ്ങൾ ദൈവം വർഷിക്കുന്ന ഒരു കുഞ്ഞു പുസ്തകമാണ്. എനിക്കറിയാമായിരുന്നു എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പവും ദൈവം വരുത്തത്തില്ലെന്ന്. പിന്നീടുള്ള സ്കാനിങ്ങിൽ നോർമലായിരുന്നു. എനിക്ക് ഡെലിവറി കഴിഞ്ഞപ്പോൾ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്നു. അവൻ ഡെലിവറി കഴിഞ്ഞപ്പോൾ മൂക്കിനൊരു കുഴപ്പമില്ല, നല്ല മൂക്ക്, നല്ല കണ്ണ്, നല്ല ചെവി, യാതൊരു കുഴപ്പമില്ലാത്ത ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ച്. പക്ഷേ അതേ സ്കാനിങ് റിപ്പോർട്ട് ഉണ്ട്. അന്നെടുത്ത സ്കാനിങ്ങിൽ അന്ന് സ്കാനിങ് എടുത്ത റിപ്പോർട്ട് ഇവർ കയ്യിലും കൂടെ കൊടുത്തതാണ്. ഇതിനകത്ത് മൂക്കില്ലെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ എഴുതിയും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വെച്ചിട്ട് ഇവർ പറഞ്ഞു അതൊക്കെ അവിടെ ഇരുന്നോട്ടെ, ഞങ്ങൾ സ്വീകരിക്കുന്നു, അതിപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ
ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റും. മൂക്കില്ലാത്ത എൻ്റെ കുട്ടിക്ക് മൂക്ക് തരാൻ ദൈവത്തിന് പറ്റും. കരഞ്ഞങ്ങടിരുന്ന് പ്രാർത്ഥിച്ചു. ദൈവം അതുപോലെ ചെയ്തു. നീ എങ്ങനെ വിശ്വസിച്ചോ അതുപോലെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിച്ചു. ആർ യു ഹാപ്പി? നല്ല സന്തോഷമല്ലേ? പിന്നെ ഇപ്പൊ അഭിഷേകത്തിന് നിർത്തിയോ? അഭിഷേകത്തിന് വിടുന്ന പ്രശ്നമില്ല. ഇവിടെ ഇപ്പം ഇങ്ങനെ അഭിഷേകാഗ്നി നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് ഞാൻ ഇന്ന് വന്നതാണ് ആലപ്പുഴയിൽ നിന്ന്. ഒരു അഭിഷേകത്തിന് കൺവെൻഷൻ സാക്ഷി പറയാന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ ഈ കൺവെൻഷൻ നടത്തിയപ്പോ ഈ കൺവെൻഷനിൽ വന്ന് ഈ കാര്യം വെളിപ്പെടുത്തുക. അപ്പൊ 2 വയസ്സായി. എത്ര വയസ്സായി കുട്ടിക്ക്? 5 വയസ്സായി. കുട്ടിക്ക് 5 വയസ്സായി. ഹല്ലേലൂയ. ഒരു കുഴപ്പമില്ല. അത് ആരോഗ്യത്തോടെ കുട്ടി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴേ നമുക്ക് അവസ്ഥ മനസ്സിലാവുള്ളൂ. നമ്മൾ ചിന്തിച്ചു നോക്കുക. ഇപ്പൊ നമ്മുടെ കുട്ടിക്കാണ് ഇങ്ങനെ വരുന്നെങ്കിൽ നമ്മൾ എന്ത് തീരുമാനം എടുക്കും? ദൈവം ആശ്ചര്യപ്പെടുന്ന ഒരു വിശ്വാസത്തിന്റെ തീരുമാനമെടുക്കുന്ന ദൈവ പൈതലാണ് അനുഗ്രഹം പ്രാപിക്കുന്നത്. അതുകൊണ്ടാണ് പല സാഹചര്യങ്ങളിലും കർത്താവ് ചോദിക്കുന്നുണ്ട്. അപ്പസ്തലന്മാർ ചോദിച്ചു, നിങ്ങളുടെ വിശ്വാസം എവിടെ? അപ്പസ്തലന്മാർ പ്രാർത്ഥിച്ചു, കർത്താവ് ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണമേ. അപ്പസ്മാരോടെ അപ്പൻ എന്താ പ്രാർത്ഥിച്ചത്? കർത്താവ് എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കണം എന്നുണ്ടെങ്കിൽ വിശ്വാസത്തുണ്ടെങ്കിൽ അത്ഭുതകരമായ ഇടപെടലുകൾ അനുദിനം കാണും. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇപ്പൊ ഈ അഭിഷേകാഗ്നി പ്രോഗ്രാം 8:30 മണിക്ക് ശാലോൺ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന, വെള്ളിയാഴ്ച വീണ്ടും പുനഃസംപ്രേഷണം ചെയ്യുന്ന ഈ ഒരൊറ്റ ശുശ്രൂഷ എത്ര കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിച്ചു? ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് നോക്കി, ആ സഹോദരിക്ക് മറ്റാൾക്കാർ പറഞ്ഞു കൊടുത്തു. വിശ്വാസം വളരുകയല്ലേ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആരാധന സമയത്ത് നമുക്ക് ചങ്ക് പറഞ്ഞങ്ങോട്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, പ്രതിസന്ധികളുടെ നടുവിൽ അപ്പസ്തോലന്മാർക്ക്, രക്തസാക്ഷികൾക്ക്, വിശുദ്ധന്മാർക്ക്, സഭാപിതാക്കന്മാർക്ക്, നമ്മുടെ പൂർവ്വ തലമുറകൾക്കുണ്ടായിരുന്ന അതേ വിശ്വാസ കൃപ, അതിന് ഇരട്ടി കൃപ നമ്മുടെ ജീവിതത്തിൽ സ്വർഗം ആശ്ചര്യപ്പെടുന്ന വിശ്വാസത്തിന്റെ കൃപ നിറയപ്പെടാൻ വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ ഈശോ പഠിപ്പിച്ചു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം അവിടുന്ന് ചെയ്തു തരും. പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി പ്രവർത്തിക്കും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈശോയുടെ നാമത്തിൽ നമുക്ക് ഒരു മനസ്സോടെ ഭൂമിയിൽ 2 പേർ ചോദിക്കുന്ന ഏത് കാര്യം സാധിച്ചു തരുമെന്നുള്ള വചനത്തിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, സ്വർഗത്തെ വിസ്മയിപ്പിക്കുന്ന ഒരു വിശ്വാസം ഞങ്ങൾക്ക് തരണമേ. അത്തരത്തിലുള്ള സമർപ്പണം ഞങ്ങൾക്ക് തരണമേ. ദൈവമേ, സ്വർഗം അത്ഭുതപ്പെടുമാറ്, ഈശോ അത്ഭുതപ്പെടുമാർ ചെറുതാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതുപോലെ സ്നേഹിക്കാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. കരങ്ങൾ ഓരോരുത്തരും ഈശോയുടെ പക്കം തുറന്നു പിടിച്ച് കൃപ ചൊരിയണം കർത്താവേ. വേണ്ട കൃപാവരങ്ങളെല്ലാം ചോദിക്കുകയാണ്. ചോദിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. കൃപ തൂകണേ. മറ്റാരേക്കാൾ കൂടുതൽ വിശ്വസിക്കാൻ, ഈശോയേ, മറ്റാരെയും കൂടുതൽ സ്നേഹിക്കാൻ, കൃപ മറ്റാരേക്കാൾ ചെറുതാകാൻ, ഈശോയേ, മറ്റാരേക്കാൾ സമർപ്പിക്കാൻ, കൃപ മറ്റാരേക്കാൾ എളിമപ്പെടാൻ കൈകൾ ഉയർത്തി വിളിക്കുന്നു, ഈശോയേ. കൃപ തൂകണേ. ഈശോയേ, കൃപ തൂകണേ. കൃപ തൂകണേ. കൃപ തൂകണേ.